പ്രൊഫസർ റോണി, ഇവിടെ താങ്കൾ നേരത്തെ പറയുകയുണ്ടായി കോൺഗ്രസിനുള്ളിൽ യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയുമില്ല, പ്രതിരോധവുമില്ല, സുതാര്യമാണ് കാര്യങ്ങൾ. വി.ഡി. സതീശൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ മൊഴി നൽകിയത് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവാണ്. ആ വനിതാ നേതാവ് ആര് എന്നത് അറിയില്ല എന്നാണ് പിന്നീട് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത് ആരാണ്, അതിന് പിന്നിൽ ആരാണ് എന്നുള്ള ചോദ്യം കൂടി കോൺഗ്രസ് പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എ വിഭാഗത്തിൻ്റെ ഒരു പിന്തുണ, വി.ഡി. സതീശൻ്റെ ഒരു നിലപാട്, ആ നിലപാട് ചെന്നിത്തല പിന്തുണയ്ക്കുന്നു. അതിൽ കൃത്യമായ വിരുദ്ധത അല്ലെങ്കിൽ എതിർപ്പ് മറുവിഭാഗത്തിന് ഉണ്ട് എന്നാണ്. ഇതെല്ലാം കൂട്ടിവായിച്ച് ഒരു പ്രശ്നവും കോൺഗ്രസിലില്ല. രാഹുൽ മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ കുറ്റക്കാരനെങ്കിൽ കുറ്റക്കാരൻ, ഇനി വരണമോ വരേണ്ടതേ ഇല്ലോ എന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്ന് കൈയൊഴിയാൻ പറ്റുമോ? അങ്ങനെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ കാര്യത്തിൽ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാര് അല്ലാത്തവർക്കൊക്കെ ഭയങ്കര സ്നേഹവും ഭയങ്കര താല്പര്യവും. അത് ക്രൈംബ്രാഞ്ചിനായിക്കോട്ടെ, CPM-നായിക്കോട്ടെ, BJP-ക്ക് ആയിക്കോട്ടെ, മാധ്യമങ്ങൾക്കായിക്കോട്ടെ, എല്ലാവരുടെയും സ്നേഹത്തെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ തന്നെ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഞാൻ വലിയൊരു സംസ്ഥാന തലത്തിലെ പ്രവർത്തനം എന്ന നിലയിലും കോട്ടയം ജില്ലയിലെ അത്യാവശ്യം യൂത്ത് കോൺഗ്രസ്സുകാരെയൊക്കെ എനിക്കറിയാം. ഞാൻ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഇതുവരെ കണ്ടിട്ടില്ല. കോട്ടയം ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് തന്നെ കൃത്യമായി തന്നെ സ്റ്റേറ്റ്മെന്റ് വന്നു. ഇത് ഞങ്ങളുടെ ഭാഗമല്ല, ഞങ്ങളുടെ പ്രവർത്തകയല്ല, ഞങ്ങളുടെ ഭാരവാഹിയല്ല. ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ വോട്ടർ പട്ടിക മുഴുവൻ ഞങ്ങൾ അരിച്ച് ഞങ്ങൾ പരിശോധിച്ചു. 5 ലക്ഷത്തോളം ആളുകളുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ വോട്ടർ പട്ടിക. കഴിഞ്ഞ 2 വർഷം മുന്നേ നടന്ന ഇലക്ഷൻ, ആ ഇലക്ഷനിൽ പോലും ഈ പറയുന്ന കഥാപാത്രമില്ല. അങ്ങനെ ഒരാൾ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണെന്ന് വന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകാതെ പാർട്ടിയുടെ താല്പര്യമുള്ളവർ പോലും വന്ന് വോട്ട് ചെയ്ത ഇലക്ഷനാണ് യൂത്ത് കോൺഗ്രസ് ഇലക്ഷൻ. ആ വോട്ടർ പട്ടികയിൽ പോലും പേരില്ലാത്ത, അങ്ങനെയാണെങ്കിൽ പിന്നിൽ ആരാണ് അത് പരിശോധിച്ചോ? അവിടെയാണല്ലോ ഇപ്പോൾ ഇവിടെ ഓടി നടക്കുകയല്ല ഇന്ത്യ മുഴുവൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു തെളിവുണ്ടാക്കാൻ വേണ്ടി. ആരാണ്? ക്രൈംബ്രാഞ്ച്. ഇതൊക്കെ ഇവിടെ CPM കെട്ടുന്ന നാടകവും CPM-ന്റെ പോലീസ് കെട്ടുന്ന നാടകവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസ് ഉണ്ടാക്കാൻ വേണ്ടി അവർ കാണിക്കുന്ന ആവേശമൊക്കെ മനസ്സിലാവുന്നുണ്ട്. ബഹുമാനപ്പെട്ട CPM നേതാവ് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനത്തെ സ്ത്രീ വിഷയങ്ങളൊന്നും ഞങ്ങൾ ഇടപെടുത്തേയില്ല, ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങൾ വിശുദ്ധരാണ്. അങ്ങെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടിയെ എന്തിനു പേരിലാണ് വേട്ടയാടിയത് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ മാപ്പ് പറയണം. ആർജവം ഉണ്ടെങ്കിൽ അത്ര നല്ലൊരു നേതാവിനെതിരെ ഇപ്പോൾ പറയുന്നു ഇവിടെ തിരുവനന്തപുരം മേയർ പോയി സുസ്ഥിര വികസനത്തിന് അവാർഡ് മേടിച്ചു. അതിനേക്കാളും വലിയ അവാർഡ് ഐക്യരാഷ്ട്രസഭയിൽ പോയി മേടിച്ച നേതാവിന്റെ പേരാണ് ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയതിന്റെ പേരിൽ CPM ഇതേവരെ ഒരു മാപ്പും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ വിഷയത്തിലേക്ക് വരുന്നതാണ്. നമ്മൾ ആരോടും ഉന്നയിക്കപ്പെടുന്നത് നമുക്ക് കേരളത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള രാഷ്ട്രീയം വേണം. ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വളരെ ഉചിതമായ നടപടി സ്വീകരിക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്ത് വേണം. ഞങ്ങൾ ആരെങ്കിലും ഇവിടെ കൃഷ്ണകുമാറിനെതിരെ BJP നേതാവിനെതിരെ ഞാൻ ഈ ചർച്ചയിൽ ഇതേവരെ നല്ലൊരു പരാമർശം ഉന്നയിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പരിശോധിക്കണം, അല്ലെങ്കിൽ കേസെടുക്കണം, അന്വേഷിക്കണം എന്ന് പാലക്കാട് SP-ക്ക് ശുപാർശ ചെയ്തിട്ട് ഇത് അന്വേഷണം ഇവിടെ നടന്നു. ആ ശോഭാ സുരേന്ദ്രനെ പോലുള്ള നേതാക്കൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. എന്തെങ്കിലും ഒരു നടപടി നമ്മൾ ഒരു ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് നടപടി എടുത്തു? കാരണം 2 വിരലുകൾ അങ്ങോട്ട് ചോദ്യം ചോദിക്കുമ്പോൾ ഒരു വിരൽ നമ്മുടെ നെഞ്ചിന് നേരെയാണ് നീളുന്നത്. അല്ല ശ്രീ റോണി, ആ ഒരു വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്? പരാതിയുടെ സാങ്കത്യം എന്താണ്? പിന്നീടുള്ള തുടർ നടപടികൾ എന്താണെന്നത് കൃത്യമായിട്ട് പോലീസ് വ്യക്തമാക്കിയതാണ്, നിയമ സംവിധാനങ്ങൾ വ്യക്തമാക്കിയതാണ്, അത് തന്നെയാണ് BJP നേതാക്കളും വ്യക്തമാക്കിയത്.